ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം അതിന് ജനകീയ പിന്തുണ എന്നൊന്നുമല്ല, ലീഗിൻ്റെ പിന്തുണ എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പോലൊരു പ്രസ്ഥാനത്തിനെ പോലും വൈറ്റ് വാഷ് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ കാണിച്ച ഒരു ബോൾഡ്നെസ് ഉണ്ട്. ആ ബോൾഡ്നെസ്സാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. കാരണം അദ്ദേഹത്തിൻ്റെ പുറകിൽ അത്രയും ശക്തമായിട്ട് ലീഗ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ നിന്നു. അങ്ങനെ ലീഗ് വിചാരിച്ചാൽ മാത്രം കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ കഴിയും? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ലീഗിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസിന് പോലും എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. മൈനസ് ലീഗ് കോൺഗ്രസ് ഒന്നും അത് നമ്മുടെ പൊതുസമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യം. ഒരിക്കലും. കാരണം കേരളത്തിലെ 20% 25% വരുന്ന 25% വരുന്ന മുസ്ലിങ്ങളിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വരും? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കേരളത്തിലെ എത്ര ശതമാനം എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഒരു കളക്റ്റീവ് മുസ്ലിം ഒരു എന്താ പറയുക, ഒരു കോൺഗ്രസിലെ ഒരു മേജർ വിഭാഗം മുസ്ലിങ്ങളുടെ വോട്ടുണ്ടെന്ന് അറിയാം. കോൺഗ്രസിലെ മുസ്ലിങ്ങളുടെ വോട്ട് 2021 കിട്ടിയില്ല, 2016 കിട്ടിയില്ല. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ കിട്ടുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020 കിട്ടിയില്ല, 2015 കിട്ടിയില്ല. പക്ഷെ 2025 കിട്ടി, 2026 കിട്ടി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലീഗ് എന്നുള്ളത് മാത്രമല്ല, ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുസ്ലിം വോട്ട് ബാങ്കിനകത്തേക്ക് വളരെ കൃത്യമായിട്ടും ഒരു എന്താ പറയുക, ഏകപക്ഷീയമായിട്ട് വോട്ടിങ്ങിലേക്ക് പോകണം. സ്ഥാനാർത്ഥി ആരായിക്കൊണ്ട് പോട്ടെ, അത് നിങ്ങൾ നോക്കേണ്ടെന്ന കാര്യമില്ല, അവർക്ക് വോട്ട് ചെയ്യാം. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു പ്രമുഖനായ നേതാവ്, പ്രത്യേകിച്ച് ഗുരുദേവ സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഗുരുദേവ ഭജനങ്ങൾക്ക് വിരുദ്ധമായി ചില പ്രസ്താവന നടത്തുന്നു. സ്വാഭാവികമായിട്ട് ഒരു സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് ആ സമുദായത്തെ വേദനിപ്പിക്കുക സ്വാഭാവികമല്ല, ഏത് സമുദായത്തിന് സംഭവിക്കുന്നതല്ലേ. അപ്പോൾ അതിനെ വെള്ളപൂശാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നു. അതിനെതിരെ കമാന്ന് ലക്ഷം അദ്ദേഹം ഉരുവാടിയിട്ടില്ല. കേരളം കണ്ടതാണ്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഏത് വിഭാഗത്തിനും ഉണ്ടാകുന്നൊരു വികാരത്തിനപ്പുറം ഒരു അജണ്ട സെറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ല, അതിനകത്ത് അതൊരു വികാരം എന്നുള്ളത്, അത് എന്തുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ ഒരു ശൈലിയിലേക്ക് പോയി എന്നുള്ളതും വളരെ പ്രധാനമാണ്. കാരണം 2024 തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പരിപൂർണമായും ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളുടെ കൈവശം നിന്ന് പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് മനസ്സിലായി.